അവളുണ്ടല്ലോ ഒരു 5-5:30 മണിയാകുമ്പോൾ വിളിക്കും വെളുപ്പിൽ. ഞാനേ കിടന്ന് ഉറങ്ങുന്ന സമയം നിനക്കറിയാം എത്ര മണിക്ക് 11:30-12 വരെ കിടന്ന് ഉറങ്ങണ ഞാനാണ്. വെളുപ്പിൽ 5 മണിക്ക് വിളിച്ചിട്ട് അവൾ വിളിക്കുന്നു. ഞാൻ വിളിച്ചിട്ട് പറയാൻ കണ്ണെ മുത്തേ മറ്റവനെ എനിക്കില്ലേ വയ്യെന്നാ. അവൾക്ക് ഭ്രാന്താണ്. വെളുപ്പിനെ വിളിച്ച് സംസാരിച്ച് എന്തിനാണ് അവള് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. 5:30 മണിക്ക് ഞാൻ കട്ട പോസ്റ്റ് ഭ്രാന്താ. ഇന്നത്തെ സംഭവം നിനക്കറിയാം. ഇന്നലെയാണെങ്കിൽ ഞാൻ നിക്കറിടാൻ സമയമില്ല, ആ രീതിയിൽ കിടന്ന് ഓടണം ഞാനാണ്. ഇവിടെ എന്നെ വിളിച്ചു. ഞാൻ മാനിയൊരു ഫോൺ എടുത്തിട്ട് പറഞ്ഞു എടി ഞാൻ തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഫോൺ കട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അറിയാം ഞങ്ങൾ 40 മിസ് കോൾ. എന്നിട്ട് ഇവിടെ എന്തെയ്യുന്നറിയാം, എൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടാവുള്ളൂ. അവളെന്റെ അച്ഛനെ വിളിച്ചാ ഫോൺ ചെയ്തു. അച്ഛനെ വിളിച്ചിരുന്നെങ്കിലേ അവളെ കവാല ഞാൻ അടിച്ച് വിളിച്ചാനെ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഇവള് അച്ഛനെ വിളിച്ചിട്ട് കൊച്ചാവില്ലേ, കൊച്ചാവിന്ന് ഫോൺ കൊടുക്കും. എടാ ഞാൻ അച്ഛൻ കിളിയായി പോളി. എന്നിട്ട് അച്ഛൻ ഫോൺ എടുത്തിട്ട് ഇവിടെ മോൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കും. തിരക്കാണ്, ഇവിടെ എൻഗേജ് നടക്കാണ്, ചേച്ചിയുടെ എൻഗേജ് നടക്കാണ്, അത് കഴിഞ്ഞിട്ടാണ് വിളിക്കാൻ പറഞ്ഞു. എല്ലാവരും അളിയ രാത്രി ആയപ്പോൾ ഇവിടെ ഫോൺ വിളിച്ചിട്ട് പൂരെ കരച്ചില്ല. അളിയ അവിടെ എൻഗേജ്മെന്റിന് വിളിച്ചില്ല എന്ന് പറഞ്ഞോണ്ട് പൊന്നളിയ എന്റെ തിരക്കറിയാലോ. എന്റെ മാർച്ച് 8-ാം തീയതി കല്യാണം വരണം കേട്ടല്ലോ. എല്ലാം സഹിക്കാം, പക്ഷെ അവൾ അയക്കുന്ന ഫോട്ടോസും പാട്ടും നീ കണ്ടിട്ടുണ്ട്? ഒരു കൂറ ഹിന്ദി പാട്ടും പിന്നെ ഈ ആര് കേട്ടാലും വെറുക്കുന്ന പട്ടിച്ചവും അതൊക്കെ ഇപ്പൊ എല്ലാവരും അങ്ങനെ ടപ്പടാഴ്ച. അവ കുറെ കമ്പനികളുണ്ട്, കുറെ ചങ്കുമുത്തും ഫ്രീക്കന്മാർ. അത് തന്നെ ഇത് പച്ച പാൻറ്, ചുവന്ന ഷർട്ട്, നീല മുടി, പോരാത്തിന് അവന്മാർ മുടിഞ്ഞ വെളുപ്പ്. അപ്പൊ നീ ടെറസിന്റെ മേളിക്കൊന്നും തൊള്ളണത് ഞാൻ എന്റെ പൊന്നളിയ അതിനെ സഹിക്കുന്ന പാടാൻ എനിക്കറിയാം. ഇവള് ഫോൺ എടുത്തോണ്ട് ഒരു പാട്ടുണ്ടല്ലോടേ അതിനെ സുന്ദരകാലേ അതിനെ സാധനം സൂപ്പർ പാട്ട്. അടേ നീ എത്ര വട്ടം കേൾക്കാൻ പാട്ട്? ഒരു വട്ടം 2 വട്ടം അടിയാ 2 മണിക്കൂർ നീ കേൾക്കൂ. ഈ 2 മണിക്കൂർ അവള് സുന്ദര ഹേ ഹോ അവള് പാടിക്കൊണ്ടിരിക്കണയാ. എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കി. നീ അവളെ എങ്ങനെ സഹിക്കണം അളിയാ. ഒരു ദിവസം ഫോൺ വിളി വേണ്ട, ഒന്നും വേണ്ട തീരുമാനിച്ച് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ടുണ്ടല്ല ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു ഞാൻ LMSന്റെ അവിടെ കാണാം, നീ വാ നമുക്കൊന്ന് പുറത്തേക്ക് പോയി കാണാമെന്ന് ചോദിച്ചു. ഇവള് വന്നടി ഒരു പുലിത്തോളി പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടോണ്ട് വണ്ടിയുടെ പുറകെ വന്ന് കയറിക്കും. എന്നിട്ടാ ഈ മറ്റേ തോർത്തുണ്ടല്ലോ, തോർത്തെടുത്ത് തലയിൽ കൂടെ മുഖത്ത് കൂടെ ചുറ്റിയിട്ട് ഒരു കറുത്ത കണ്ണാടി എടുത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇതൊക്കെയാണ് സ്റ്റൈല്. എടീ സിഗ്നലിൽ കൊണ്ട് നിർത്തുമ്പോൾ അമ്മച്ചിമാരൊക്കെ എന്നെയാണ് നോക്കണത്. എന്റെ തൊലി ഏഴൊന്ന് ഉരിപ്പോവും. നിനക്ക് അറിയാമോ ഞാൻ എന്തറിയാം, കൊണ്ട് അടുത്ത ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് നൈസാണ് ഒഴിവാക്കി. അത് മോശമായിരിക്കും. എന്ത് മോശം? ഒരു പെണ്ണിനെ കൊണ്ടങ്ങനെ റോട്ടിൽ ഇറക്കിയിട്ട് പോകുന്നത് ഭയങ്കര മോശമാണ്. ഒന്നും പെണ്ണല്ലേ പെണ്ണ്. നീ അതിനാണ് പെണ്ണെന്ന് പറഞ്ഞത്? നീ അവളെ കണ്ടിട്ടുണ്ടോ? നീ എവിടെ നീ ഇതിനാണ് പെണ്ണെന്ന് പറഞ്ഞത്? ഇതിനാണോ പെണ്ണെന്ന്? ഇതിനാണ് പെണ്ണെന്ന്? ചരക്കല്ലോ എടേ. ഒരു കാര്യം ഇങ്ങനെയാണെങ്കിൽ നീ ഒന്ന് വിട്ടുകളാ. അളിയ ഒരിക്കൽ വിട്ടതാണ്, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് അവളെ കോഫി ഡേയിലോട്ട് ഞാൻ വിളിച്ചു. കോഫി ഹൗസിൽ വിളിച്ചു. ഞാൻ കോഫി ഹൗസിൽ വിളിച്ചിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം മാന്യമായിട്ട് അവളെ വിളിച്ചിരുത്തിട്ട് അവളെ മുഖത്ത് വിളിച്ചാൽ ഞാൻ പറഞ്ഞു പെണ്ണാണെങ്കിൽ വട്ടാണ്, ഞാൻ നീ ആയിട്ട് ഒരുമിച്ച് പോകൂല, എത്രത്തോളം പോയാലും ഒരു 6 മാസം കൂടിപ്പോയോ. ഇത്രയും പറഞ്ഞുള്ള കളിയാ ഗ്ലാസ് മാറി ഒറ്റയാട് ഞാൻ ചത്തുപോയെന്ന് ചോദിച്ചു. എന്നെ അടിച്ചാണ് എന്നെ ടേബിളിൽ എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഒറ്റ പോക്കടി ഉള്ളു. എന്തായാലും അപ്പം യാത്ര വിളിച്ച് കരഞ്ഞാണോ അല്ലടേ? അവള് ഒരു ചെറിയൊരു മെസ്സേജ് അയച്ചോളി. സംഭവം ഇത്രയേ ഉള്ളൂ, കൂടെ വന്നോണം, ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനെ ഒരുമിച്ചിട്ട് കത്തിക്കുന്നു പറഞ്ഞു. പേടിച്ചിട്ടാണല്ലേ വീണ്ടും വിളിക്കുന്നത്. അല്ലയാ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നീ എന്നെ അവളെ കെട്ടേണ്ടി വരും. ഞാളെ കിട്ടാനില്ല അളിയാ. നീ കെട്ടില്ലെങ്കിൽ അവള് ഷുഗറായിട്ട് തന്നെ കൊല്ലും. നീ ഒരു കാര്യം നോക്കിക്കോ, നീ അവളെ കെട്ടിയെന്ന് വെച്ചോ,
കല്യാണം എല്ലാം കഴിഞ്ഞ് അവളൊരു ഗ്ലാസ് പാലുമായിട്ട് മണിയറയിൽ പോയിട്ട് വരും. നീ ഇങ്ങനെ കട്ടിലിൻ്റെ അറ്റത്ത് നാണിച്ചിരിക്കും. സൈഡിൽ ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്. ഇവളീ പാലും കൊണ്ട് വരുമ്പം നീ ഇങ്ങനെ നാണിച്ചിങ്ങനെ കുനിഞ്ഞിരിക്കണം നേരത്ത്. ഇവളീ പാലിലഞ്ചൽ ഉറക്കമിട്ട് കലക്കി നിനക്ക് തരും. നിന്നെ സുഖമായിട്ട് കിടത്തി ഉറക്കുകയും ചെയ്യും. എന്നിട്ട് നിന്നെ മണ്ണെണ്ണ വെച്ച് അങ്ങ് കത്തിക്കും. എന്തരടേ ഇവിടെ നമ്മളവിടെ സീരിയൽ കാണുന്നൊരു ചേച്ചിയെ സീരിയൽ കാണാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഭർത്താവിനെ കവിളിമടൽ വെട്ടി അടിച്ചാണ് കൊന്നത്. കൊന്നോ? അടിച്ചോണ്ടിരുന്നു. നീ എന്താ ഒന്നും അറിയാത്തവരെ അറിയാ. നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ, നീ അവളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? കാണാൻ കൊള്ളായിരുന്നു. ഇന്ത്യയെ സ്വീറ്റ് ചെയ്ത് കാണാൻ കൊള്ളും. എടാ പോടാ കഴിച്ച്. എടാ അങ്ങനെയല്ല ഞാൻ ചോദിച്ചാൽ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനെ നല്ല കുട്ടി, നല്ല ഒരുങ്ങിയൊക്കെ പറഞ്ഞ കൊച്ച്, വലിയ മധുരൊന്നും ചാടാത്ത അല്ലേ, അത്യാവശ്യം തെറ്റില്ലാത്ത കൊച്ച് തന്നല്ല. ഇതൊക്കെ അങ്ങനെ അറിയാം. അറിയാ, ഇതൊക്കെ ഇങ്ങനെയാണ്. നമ്മളെ കൊണ്ട് എന്ത് സാധിക്കാമെന്ന് കണ്ടു കഴിഞ്ഞാൽ എവളുമാർ തലയെ കയറി നിരങ്ങും. സമയം കിട്ടിയാൽ നിന്റെ നെഞ്ചിൽ അടുപ്പ് കൂട്ടി കത്തിക്കും. എന്നിട്ടേ അവള് മെന്റലൊന്നുമല്ല, അവൾ നല്ല ഒന്നാം തരം ബോധമുള്ള മനോരോഗിയാണ് അവളെ നിന്റെ നാശം കണ്ടിട്ടാണ് നിന്റെ കുടുംബം മുടിച്ച് നിന്റെ 16 കഴിയുമ്പോൾ കണ്ടിട്ട് അവൾ ഒരു മൂല ചെന്ന് കാല് നീട്ടി നീ ചിരിക്കും. ആ ചിരി കണ്ട് നീ ഞെട്ടും. അവളെ പറ്റി എന്തിനറിയാലേ? നിനക്ക് അവളെ പറ്റി തേങ്ങ അറിയാം. അറിയാ, നിനക്ക് അല്പം ഒരു ബോധം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നീ അവളെ കളഞ്ഞിട്ട് പോയാൽ ആ ഫ്രീക്കന്മാരില്ലേ അവളുമാരൊക്കെ ഇവൾ സെറ്റപ്പാണ്. നീ എന്താ ഡപ്പക്കണ്ണ, ആ ക്രാക്ക് പെണ്ണിന്റെ കഥയൊക്കെ നീ എവിടെ വിളിച്ചു? നിന്നെ ഞാൻ അവിടെ വിളിച്ചോടാ. നിന്നെ ഞാൻ അവിടെ വിളിച്ചോടാ. നിന്റെ കുഞ്ഞെന്നെ അവിടെ വിളിച്ചത്? ഞാൻ പറഞ്ഞ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആ വട്ടി പെണ്ണിന്റെ അരിയും തൊഴിൽ നീ മനസ്സിലായി. सुन रहा है ना तू, रो रही हूँ मैं, सुन रहा है ना तू, क्यों